ഗൈസ് വീട്ടിലിരുന്ന് ബോറടിച്ചു. അങ്ങനെ ഞാനും ഹെൻസും കൂടെ മേലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ അല്ലു ഉണ്ടായിരുന്നു. അല്ലുവിന് ചുമ്മാ ഹെൻസും നുള്ളുവാണ്. അവൾക്കാണെങ്കിൽ പേടി. അങ്ങനെ അവൾ പുറകിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ മാക്സിമം ഹെൻസുവിനെ എൻ്റെ അടുത്തോട്ട് തന്നെ വെച്ച് അധികം അങ്ങോട്ട് വിട്ടില്ല. കാരണം ഇപ്പോൾ അവൾക്ക് ഉപദ്രവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്തോ ഒരു കീച്ചേൻ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ എൻഗേജ്ഡ് ആക്കി അവിടെ ഇരുത്തി. പിന്നെ ഞാൻ താത്തി ഒരു വീഡിയോ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. താത്തിയുടെ വർക്കിന് പറ്റിയിട്ട് എന്തോ വീഡിയോ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ എടുക്കാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ. പിന്നെ ഹെൻസോനെ എടുത്ത് താത്തി ചായ കറി അങ്ങോട്ടൊക്കെ ചൂടാക്കുമായിരുന്നു. പിന്നെ ഞാൻ പോയപ്പോൾ എനിക്ക് ചായ ഇട്ട് തന്ന്. പിന്നെ മോമോസും കൂടെ ഉണ്ടാക്കി തന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ അല്ലു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വീഡിയോ എടുക്കുന്ന അവൾ പറയും എന്നെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു. അവൾക്ക് നാണമാണ് ഗൈസ്. അങ്ങനെ പിന്നെ താത്തി എനിക്ക് ചായയൊക്കെ ആറ്റിയൊക്കെ തന്നു. പിന്നെ മാമി ഇവിടെ ഉണ്ടായിരുന്നു. മാമി കടയിൽ പോകുമായിരുന്നു. അങ്ങനെ മാമി എന്തൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക വീഡിയോ എടുക്കുക എന്നതൊക്കെ പറഞ്ഞിട്ട്. ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നു ഗൈസ്. കാരണം എൻ്റെ ഹെൻസിന് മുട്ടയടിച്ചു ഗൈസ്. അങ്ങനെ അത് ആദ്യമായിട്ട് പാത്ത് കാണുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനാണ്. ഹെൻസിന് മുട്ട അടിച്ചത് ഞാൻ ആരുടെയും അഭിപ്രായം ചോദിച്ചില്ല ഗൈസ്. കാരണം ഞാൻ മുട്ട അടിച്ചിട്ട് വന്നിട്ടാണ് എല്ലാവരെയും കാണിച്ചത് ഗൈസ്. എല്ലാവരുടെയും ഞെട്ടൽ എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ മോമോസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എങ്ങനെ കാരണം സന്ധ്യയായിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.